ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റോടുകൂടി എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് ബിരിയാണിക്കുള്ള റൈസാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് ഞാൻ ഇവിടെ 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. ഈ റൈസ് ചെറിയ റൈസാണ്. ഇതേ കാണിച്ചു തരാം. ചെറിയ റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് വളരെ ടേസ്റ്റ്. ചെറിയ റൈസ് വെച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം റൈസ് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഞാൻ നെയ്ച്ചോറ് മോഡലൊന്നും അല്ല ചെയ്തെടുക്കുന്നത്, അല്ലാതെ തന്നെ നമ്മൾ ചോറ് വേവിച്ചെടുക്കണം. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഫസ്റ്റ് ഈ അരി ഒന്ന് കഴുകി ക്ലീൻ ചെയ്യട്ടെ. ഫസ്റ്റ് ഞാൻ ഈ ചോറ് വേവിച്ചെടുക്കുന്നത് നമ്മൾ സാധാ ചോറൊക്കെ വേവിക്കുന്ന കലത്തിൽ തന്നെയാണ്. അതിൽ തന്നെയാണ് മസാലാസൊക്കെ ഇട്ട് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വിറകടുപ്പിലാണ് നമ്മൾ ബിരിയാണി ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ കലം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഫസ്റ്റ് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരല്പം പെരിഞ്ചീരകം, ലീഫ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാവേ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ആ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ചെയ്യണ്ട, ഒന്ന് ഇളക്കി ആ നെയ്ക്കകത്ത് ആ റൈസ് ഒന്ന് ഇളക്കി നല്ലതുപോലെ കൊടുക്കാവേ. അതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ റൈസ് പറ്റിച്ചെടുക്കുമ്പോഴാണ് വെള്ളത്തിൻ്റെ അളവൊക്കെ പറയേണ്ടത്. ഇവിടെ ഞാൻ വേകുമ്പോഴത്തേക്ക്, അതായത് റൈസ് വേകുമ്പോഴത്തേക്ക് കോരി ഊറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവൊന്നും പറയുന്നില്ല. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. റൈസിന് ആവശ്യമുള്ള ഉപ്പ് ഇച്ചിരി ഫ്രണ്ടിൽ നിൽക്കണം ബിരിയാണിക്ക്. ഉപ്പിട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഒരു പകുതി നാരങ്ങയുടെ പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിക്കുക. നീരൊഴിച്ചിട്ട് ഈ നാരങ്ങാത്തോട് ഞാൻ ഇതുപോലെ തന്നെ ഈ റൈസിലേക്ക് ഇടുകയാണ്. ആ നാരങ്ങയുടെ ഒരു ഫ്ലേവർ പറഞ്ഞു, അതിന് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതൊരു അടപ്പ് വെച്ച് അടച്ച് നല്ലതുപോലെ റൈസ് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുതേ. ആ ഒരു റൈസിൻ്റെ പരുവം കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ വേകട്ടെ. അപ്പോൾ നമുക്കിതിന് മസാലയ്ക്കുള്ള സബോള എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് വേഗം ഈ സബോള ഒന്ന് റെഡിയാക്കി എടുക്കാം. അത് ഞാൻ കുക്കറിനകത്താണ് ചെയ്യുന്നത്. അതിനായിട്ട് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സബോളയും തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാനത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ നമ്മൾ വഴറ്റിയെടുക്കുന്നത് പോലെ തന്നെ കുക്കറിനകത്ത് വെച്ചൊരു 1-2 അടി അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. നല്ലപോലെ വഴന്ന് കിട്ടും. അപ്പോൾ സബോളയും തക്കാളിയും അരിഞ്ഞത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയുടെ ജാറിലൊന്ന് നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു 2 സ്പൂൺ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി മസാല റെഡിയാക്കുമ്പോഴത്തേക്ക് ഇടാവേ. ഇതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയേ, ഒരുപാട് വെള്ളം വേണ്ട. ഇത്രയും നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ വെച്ച് അടച്ച് ഗ്യാസ് വെച്ച് ഒരു 1-2 അടി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ആ നാരങ്ങത്തോടൊക്കെ മേളിൽ തന്നെ പൊങ്ങി കിടപ്പുണ്ട്. റൈസിൻ്റെ വേവ് കണ്ടോ, ഒരുപാട് വെന്ത് പോട്ടിലേക്ക് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മളൊന്ന് ഞെക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട്. ഇത് നമ്മളിനി ദം ചെയ്യുമ്പോൾ വീണ്ടും ഒന്നുകൂടെ കുക്കാവണ്ടേ, അതുകൊണ്ട് പകുതി വേവിലേ എടുത്തിട്ടുള്ളേ. നമുക്ക് ഊറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മസാല റെഡിയാക്കാൻ പോകാം. അതിനായിട്ട് ബിരിയാണി ഏത് പാത്രത്തിലാണോ നമ്മൾ റെഡിയാക്കുന്നത് ആ പാത്രം ഞാനിവിടെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതാണ് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാതെ. നമുക്ക് നല്ലതുപോലെ ഇളക്കി ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് കളയാതെ, പച്ചമണം ഒന്ന് പോകണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്കൊരു
സ്പെഷ്യൽ ടേസ്റ്റ് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ പറയുന്നത്. ഇതാ ഇത്ര ആവശ്യമുള്ള അതിനായിട്ട് എന്താണെന്നറിയാം, തേങ്ങ. ഈ തേങ്ങ നമുക്കൊന്ന് ജസ്റ്റ് ഇതിനകത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല, പക്ഷേ ടേസ്റ്റ് കിഡിലായിരിക്കും. അത് ഒരു വളരെ ടേസ്റ്റ് കൂടുന്ന ഒരു സാധനമാണ്. തേങ്ങ ശകലം മാത്രം ഇതിലിട്ട് നമുക്കൊന്ന് ഫ്രൈയോടാക്കി എടുക്കണേ. പക്ഷെ നമുക്ക് അറിയത്തേ ഇല്ല നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ടെന്ന്. പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. അതുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. അപ്പോൾ അതേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ചിരിക്കുന്ന സബോള, തക്കാളി അതെല്ലാം കൂടെ ഒന്ന് ഇട്ടു. നല്ലതുപോലെ വഴന്നതുപോലെ തക്കാളി സബോളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ആവി അടിക്കുന്നതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക എല്ലാം കൂടെ. ഞാൻ പല രീതിയിൽ ബിരിയാണി ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടെന്ന് തോന്നിയിട്ടുള്ള രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്നപ്പോൾ അറിയാമല്ലോ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 ടീസ്പൂണാണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാല മാത്രമേ ഞാൻ ഈ ബിരിയാണിക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വേറെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ലേ. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാറ്. നമ്മൾ ബിരിയാണി പീസിൻ്റെ ആ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനും മസാലയും കൂടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ നല്ലതുപോലെ വേവണം. ഈ മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഒക്കെ ഫ്ലേവർ ഇറങ്ങി ചിക്കനിൽ പിടിച്ച് നല്ലതുപോലെ വേവട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാവേ. അപ്പോൾ മസാല അവിടെ അടുപ്പിൽ റെഡി ആകുമ്പോൾ ഞാൻ ഇവിടെ വേറൊരു ചട്ടി വെച്ചെടുത്ത് കുറച്ച് എണ്ണയും ഓയിലും ഒഴിച്ചെടുത്തിട്ട് സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സബോള ഒന്ന് ഫ്രൈ ആയത് കോരി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കാഷ്നട്ടും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. അണ്ടിപ്പരിപ്പ് ഒന്ന് ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ആക്കണ്ട. മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. അത് റെഡിയായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല എന്തുവായെന്ന് നമുക്കൊന്ന് നോക്കാം. മസാല നല്ലപോലെ എല്ലായിടവും തിളച്ചൊന്ന് ഹാഫ് കുക്കായിട്ടുണ്ട്. ചിക്കനൊക്കെ റെഡി ആവട്ടെ. ഇതിലേക്ക് 2 സ്പൂൺ തൈര് കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. അവിടെ മസാല റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് സൈഡിൽ കൂടെ സാലഡും കൂടെ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ തൈര് സാലഡാണ്. ഒരു ബൗളിലേക്ക് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് കുക്കുംബറുണ്ട്, ക്യാരറ്റുണ്ട്, തക്കാളിയുണ്ട്, സബോളയുണ്ട്, ഒരു പച്ചമുളക് ഇച്ചിരി എരിവായതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തേക്കാം. ഒന്നുമില്ല, വെജിറ്റബിളും എല്ലാം ഈ തൈരിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് ഉപ്പിട്ടാൽ സാലഡ് റെഡിയാവും. പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ല, എങ്കിലും ഞാനൊന്ന് എടുത്തതേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല സാലഡാണ് ഇത്. ബിരിയാണിയിലേക്ക് സൂപ്പർ ടേസ്റ്റാണ്. കൂടെ സൈഡായിട്ട് വയ്ക്കുള്ളൂ.
അങ്ങനെ കളർഫുൾ സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ, ആ ഒരു ഗ്രീനും ഓറഞ്ചും റെഡും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ സാലഡ് റെഡിയായി. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയിലേക്കുള്ള ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഇങ്ങോട്ട് കോരിയെടുക്കുകയാണ്. നമുക്ക് ദം ചെയ്യാനായിട്ട് എടുക്കുവാണേ. ഹാഫ് പോർഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ആ മസാലയിലേക്ക് ഞാൻ പകുതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസ് പകുതിയായിട്ട് ഇട്ട് കൊടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സബോള ഫ്രൈ ചെയ്ത് വെച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടെ തൂക്കിക്കൊടുത്തിട്ടുണ്ട്. ബാലൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മസാലയില്ലേ, അതുകൂടെ ഇതിലേക്ക് അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ബാക്കി ആ റൈസ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലയുടെ പുറത്തോട്ടെ. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ആ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. സെയിം തന്നെ, നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് ബാലൻസ് ഉള്ള സബോള ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാം ഇട്ട് കൊടുത്തേക്കാം. നല്ല കളർഫുള്ളല്ലേ കാണാൻ. അല്പം ഗരം മസാല ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. കൂടെ ഒരല്പം പാലിനകത്തൊരു ശകല മഞ്ഞൾപ്പൊടി ഒരു കളറിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കിതിനകത്തിടാൻ പൈനാപ്പിൾ കിട്ടിയില്ല, അപ്പോൾ ഞാൻ പൈനാപ്പിളിൻ്റെ എസൻസ് ഉണ്ടായിരുന്നേ, അതല്പം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ശകലം മാത്രം, ആ ഒരു ഫ്ലേവറിന് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് നെയ്യ് ഉരുക്കിയതോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ദം ചെയ്യാവേ. അപ്പോൾ നമ്മളിതേ അടപ്പിട്ടിട്ട് അതിൻ്റെ പുറത്ത് കനലിട്ടിട്ടുണ്ട്, ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് സെറ്റായി വന്നിട്ട് പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെയായി വന്നു എന്നൊന്ന് നോക്കിയാലോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, സെറ്റായി വന്നിട്ടുണ്ട്, നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാവേ. റൈസ് ഞാനൊന്ന് കാണിച്ചു തരാവേ. ഇതേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അടിയിലൊന്നും പിടിച്ചിട്ടും ഇല്ല, സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ. നല്ല സൂപ്പറായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. കൂടെ കുറച്ച് മാങ്ങ അച്ചാറും സാലഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം സൂപ്പർ ടേസ്റ്റാണ്, നല്ല മണം വരുന്നുണ്ട്. ചിക്കൻ ബിരിയാണിയുടെ സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിക്കട്ടെ. കൊതി വരുമോ കഴിക്കാഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.